അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ എൻ്റെ മദ്ഹ് പാടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ റൂഹുൽ ഖുദുസാകുന്ന ജിബ്രീൽ മുഖേന ശക്തിപ്പെടുത്തണം അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലെ ഉമ്മത്തിലെ ഒന്നാമത്തെ വ്യക്തിയും ഏറ്റവും വലിയ മഹാനും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കിയതിന് ശേഷം ഒന്ന് ചുംബിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ച വിളി, വഫാത്തായ നബിയെ വിളിച്ച വിളി മരിച്ചാ പിന്നെ വിളിച്ചുകൂടാന്നല്ലേ ഇവർ പറയാറ്. അങ്ങനെ ഒരു ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബിന് പരിചയം ഇല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരേ എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാപ്പയെയും ഉമ്മയെയും സമർപ്പിച്ചില്ലേ. എന്നിട്ട് പറഞ്ഞില്ലേ, സാധാരണ സംസാരിക്കുന്നത് പോലെ വഫാത്തിന് മുമ്പ് സംസാരിക്കുന്നത് പോലെ ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹാ. നബിയേ, രണ്ട് മൗത്ത്, രണ്ട് മരണം അങ്ങേക്ക് അല്ല സംഘടിപ്പിക്കൂല നബിയേ. അല്ല കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. ജീവിതകാലത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാം. അവിടെ വഫാത്തിന് മുമ്പും ശേഷവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലല്ലേ. എന്നാൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനോടനുബന്ധമായി മറ്റു ചില പണ്ഡിതന്മാരുടെ റിപ്പോർട്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ ഹിയയിൽ രേഖപ്പെടുത്തിയില്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്താ പറയുന്നത്, ഉദ്കുറുനാ ഇൻദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണം നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെ എപ്പോഴും ഓർമ്മ വേണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം വിളിച്ച് തേടുകയും ചെയ്തില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അത് മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ. പക്ഷേ അത് കണ്ടിട്ട് നമ്മളെങ്ങാനും നബിയെ ഒന്ന് വിളിച്ചു പോയാൽ, അതുപോലെ ബദരീകളെ ഒന്ന് വിളിച്ചു പോയാൽ, അതുകൊണ്ട് നമ്മൾ മുശ്രിക്ക എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്ന മുജാഹിദ് മൗലവിമാർ അതാ നിങ്ങൾ കണ്ടില്ലേ, ലോക മുസ്ലിം പണ്ഡിതന്മാരെ പൊരുത്തക്കേട് വാങ്ങി, ബദരീകളെ പൊരുത്തക്കേട് വാങ്ങി. ഇപ്പോൾ എത്തിയത് ശൈത്താനെ വിളിക്കണമെന്ന് പറയുന്ന സ്ഥലത്തല്ലേ, ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന സ്ഥലത്തല്ലേ, ശൈത്താനിന് പങ്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തല്ലേ. ഇവരെ ഈമാൻ എവിടെ, തൗഹീദ് എവിടെ? ഇവരിൽ ശിർക്കിന്റെ പ്രചരണവുമായി അതാ ഓടി നടക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ശിർക്ക് എന്ന് പറയുന്ന പാപം അല്ല പൊറുക്കുമോ മനുഷ്യ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് എന്ന് പറയുന്ന പാപം അല്ല പൊറുക്കുന്ന പാപമല്ലേ മുസ്ലിമീങ്ങളെ? അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പരിപാടികളിൽ പോയി അവര് പറയുന്ന എല്ലാ കളവുകളും വിശ്വസിച്ച് അവരെ കബളിപ്പിക്കളിൽ പെട്ടുപോയ ഏതെങ്കിലും ഈമാനുള്ള മുസ്ലിം ഉണ്ടോ? മുജാഹിദിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? ഞങ്ങൾക്കിവിടെ കുറെ മെമ്പർമാരെ കിട്ടാനല്ല, നിങ്ങളെ ഈമാൻ രക്ഷിക്കാനാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്തണോ? നിങ്ങൾ മഹാന്മാരായ ഇമാമികളും സാലിഹീകളും ആരിഫീകളും ജീവിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നോ?